ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ഇനി നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞ റിവ്യൂ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നില്ലേ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അത് നമ്മുടെ തമിഴിലെ റിവ്യൂ ആണ് പറയുന്നത്. ഇന്നും ഞാൻ പറയാൻ പോണ തമിഴിലെ റിവ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിൽ നാളെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്രയെടുത്തും മീനാക്ഷിയെടുത്തും സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാണ് നമ്മുടെ അനു കേട്ടോ. അപ്പൊ അനുവിനോട് ഇത്രയും മീനാക്ഷി ആകെ ഷോക്ക് ആയിട്ടിരിക്കുകയാണെന്ന് കേട്ടു. അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട്, മോളെ അനു, നീ ഇപ്പൊ തന്നെ ഈ താലി വലിച്ചു പറിച്ച് കളിട്ട് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. ഞങ്ങൾ അച്ഛനും അമ്മയടുത്ത് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ അച്ഛനമ്മയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. നീ ഞങ്ങളുടെ കൂടെ ഇപ്പൊ തന്നെ വരണോന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുവിനെ പിടിച്ചു വലിക്കുകയാണ്. അപ്പൊ അനു രണ്ടുപേരുടെ തന്റെ കയ്യിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് നിങ്ങൾ രണ്ടുപേരുമാണ്. അത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏടത്തിമാരെ, ദേവിയെടുത്തി, മിത്രയെടുത്തി, മീനാക്ഷി എടുത്തി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. പക്ഷെ അതിനർത്ഥം ഇതെല്ലാം വീട്ടിൽ പോയി പറയണോന്നല്ല. ഞാനിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് അലോകിന് വിവാഹം കഴിച്ചത് തന്നെ അലോകിനിട്ടും ആ കുടുംബത്തിനും പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സമയത്ത് ഇത് നേരത്തെ പറയാനാണെങ്കിൽ എനിക്ക് നേരത്തെ വീട്ടിൽ വന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ പോരെ. പക്ഷെ അത് പറ്റില്ല. അവൻ അപ്പൊ വിജയിക്കേ ഉള്ളൂ, അവൻ ജയിക്കേ ഉള്ളൂ. അവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കണം. അവന് ഒരു പണി കൊടുത്തിട്ട് ഞാൻ തിരിച്ച് ദേവമംഗലത്തിലേക്ക് കാല് കുത്തുള്ളൂ. എന്റെ ഇടത്തിമാരാണെങ്കിൽ എന്റെ കൂടെ ഈ കാര്യത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷിയും ഇത്രയും പറയുന്നുണ്ട്. ശരി മോളെ, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ ഈ സത്യങ്ങളൊന്നും തന്നെ ആരോടും പറയുന്നില്ല. പക്ഷെ നിനക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നീ അപ്പൊ തന്നെ എടത്തിമാരെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അനു മീനാക്ഷിനെ മിത്രനെയും കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. മീനാക്ഷിക്കും മിത്രയ്ക്ക് വല്ലാത്ത വിഷമമൊന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെ ആയിരിക്കും കേട്ടോ. ആനന്ദ് നമ്മുടെ ദേവിയുടെ അടുത്ത് വന്നിരിക്കണം. അപ്പൊ ആനന്ദ് അടുത്ത് ദേവി ചോദിക്കേണ്ട, ആനന്ദേട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല, പോയില്ല. മനസ്സിനൊരു സുഖമില്ല. പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് വിവാഹം മുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. ആനന്ദേട്ടാ, അതൊക്കെ പോട്ടെ. എന്റെ അടുത്ത് 2-3 പേര് വന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അതിലേക്ക് തക്കത മറുപടി പറഞ്ഞു എന്നൊക്കെ പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അപ്പുറത്തേക്ക് പോയിട്ട് ബാഗ് എടുക്കാട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ദേവിയിലേക്ക് ആനന്ദിന് തന്നോടുള്ള ദേഷ്യമൊക്കെ മാറി. കാരണം ആദ്യമായിട്ടാണ് ആനന്ദ് കുറച്ചൊരു മയത്തോടെ സംസാരിച്ചത്. ദേവിക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. പക്ഷെ ആനന്ദ് വേഗം തന്നെ ദേവിയുടെ ഡ്രസ്സുകളൊക്കെ തന്നെ ആ ബാഗിൽ പാക്ക് ചെയ്യാണ്. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. എവിടെ ആനന്ദേട്ടാ, എവിടെയാ വരേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും, എവിടേക്ക്? നിന്റെ വീട്ടിലേക്ക്. ഇനി നീയും ഞാനും രണ്ടിടത്താണ്. നീ നിന്റെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിൽ. ആനന്ദേട്ടൻ എന്തൊക്കെയാ പറയണത്? എനിക്ക് ആനന്ദേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്റെ ദേവി, നീ വായടച്ചിരിക്കുക. ഇപ്പൊ വീട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിന്റെ ഈ ദുരന്തം കൂടി ആവുമ്പോഴേക്കും ഞങ്ങൾക്ക് താങ്ങാവുന്നതേ ഉള്ളൂ. എന്റെ അച്ഛനും അമ്മയും ഇത്രയും വലിയ ദുരന്തം താങ്ങിയില്ലേ. ഇന്ന് നിന്റെ കാര്യം കൂടി അവരറിയാനുള്ള സമയമായി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയുടെ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് ആനന്ദ് വണ്ടിയിൽ വെക്കാണ്. എന്നിട്ട് ദേവിനെയും പിടിച്ച് വണ്ടിയിലേക്ക് ഇരുത്തുന്നുണ്ട്. നേരെ പോണ ദേവിയുടെ വീട്ടിലേക്കാട്ടോ. അവിടെ പോയിട്ട് ദേവിനെ അവിടെ ഇറക്കാണ്. അപ്പൊ ദേവിയുടെ അച്ഛനമ്മയും സ്ത്രീകളെയും ഉദയഭാനു വന്ന് ചോദിക്കണ്ട, അയ്യോ മരുമോനെ വാ, അകത്തേക്ക് വാ. അയ്യോ എന്റെ പൊന്നങ്ങളെ, ഈ സാധനത്തെ നിങ്ങൾ എന്റെ കയ്യിലേക്ക് തന്നു, തിരിച്ച് അങ്ങോട്ടേക്ക് തരുവാണ്. അതെന്ത് പറച്ചില്ല മോനെ, നിന്റെ ഭാര്യയല്ലേ ദേവി? എന്ത് ഭാര്യ? ഏത് ഭാര്യ? ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇവിടെ കെട്ടിച്ചത്? നിങ്ങൾക്ക് ഒരു മോള് കൂടിയല്ലേ? അതിനെങ്കിലും മാന്യവും മര്യാദയൊക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് കെട്ടിക്കാൻ നോക്ക്. എനിക്കിനി ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് ആനന്ദ് തിരിച്ചു വരും കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ അത് കാണാൻ സാധിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മിത്ര നേരെ അവിടേക്ക് പോകുന്നുണ്ട്. മീനാക്ഷി മാത്രമേ വീട്ടിലേക്ക് കയറി വരുന്നുള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോമതി ആണെങ്കിൽ ആകെ വിഷമത്തിലാണ്. ഗോമതി ആനന്ദിനോട് പറയണ്ട, ആനന്ദേ നീ ഇന്ന് കടയിലേക്ക് പോകുമ്പോ ഞാനും കൂടി വരുവാണ്. എനിക്കിവിടെ നിന്നിട്ടൊക്കെ തലക്ക് ഭ്രാന്ത് പിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോകുമ്പോ ഗോമതിയുടെ ബാലനും കാണുമ്പോഴേക്കും ആൾക്കാർ പലതും ഇങ്ങനെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പൊ ഗോമതിക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പൊ തന്നെ ഗോമതി ആര്യനെ വിളിക്കാനിട്ട് ആര്യന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഗോമതി വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗോമതി കൂടി കടയിലേക്ക് പോയോണ്ട് വീട്ടില് പണിയൊന്നും എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് സുകന്യാണ് അടുക്കളയിൽ കയറി കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സാമ്പാർ എന്തൊക്കെയോ ഉണ്ടാക്കണത്, ഉപ്പ് വാരി കോരിയിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മീനാക്ഷി, നമ്മുടെ അനുമോൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. ഏറെ കുറെയൊക്കെ കാരണക്കാരി സുകന്യാണെന്ന്. സുകന്യയുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ അനു തുറന്നു പറഞ്ഞിട്ടോ. അപ്പൊ മീനാക്ഷിക്ക് മിത്ര എടുത്തു. അപ്പൊ മീനാക്ഷിക്ക് മിത്രക്ക് സുകന്യനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പൊ മീനാക്ഷി വീട്ടിൽ വരുമ്പോഴേക്കും സുകന്യ ഭയങ്കര പാചകത്തിലാണ്. പതുക്കെ ശബ്ദം ഇത് ഉണ്ടാക്കാതെ സുകന്യയുടെ പുറകെ പോയിട്ടൊരു കത്തിയായിട്ട് നിൽക്കാണ് നമ്മുടെ മീനാക്ഷി. പെട്ടെന്നാണ് സുകന്യ തിരിഞ്ഞു നോക്കുമ്പോ മീനാക്ഷിനെ കാണുന്നത്. ഹോ, മീനാക്ഷി ആയിരുന്നോ? ഞാനൊക്കെ പേടിച്ചു പോയല്ലോ. ഇതെന്താ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ പുറകിൽ വന്ന് നിൽക്കുന്നത്? ആള് പേടിച്ചു പോയല്ലോ മീനാക്ഷി, ഇങ്ങനെയാണോ പുറകെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നത്. മീനാക്ഷി പറഞ്ഞു, ഓഹോ സുകന്യ അടുത്തേക്ക് പേടിയൊക്കെ ഉണ്ടോ?
സുകന്യടുത്ത് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇതാ പേടിക്കാൻ പോകുന്ന കാര്യം പറയാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞത്? എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഓഹോ, സുകന്യടുത്തേക്ക് ഒന്നും മനസ്സിലായില്ല അല്ലെ? എങ്കിൽ ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അനുമോളെ കല്യാണ ദിവസം കാണാതായി. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലിഞ്ഞു അയ്യോ അനുമോളെവിടെ എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് 2-3 മണിക്കൂർ അവൾക്ക് വേണ്ടി ആകെ അലച്ചിലായിരുന്നു. പക്ഷെ സുകന്യടുത്തേക്ക് അറിയായിരുന്നു അവൾ എവിടെ പോയെന്ന്. എനിക്കെങ്ങനെ അറിയാനാണ്? എനിക്കൊന്നും അറിയില്ലായിരുന്നു. സുകന്യടുത്തേക്ക് ഒന്നും അറിയില്ലായിരുന്നോ? ഹൽദി ദിവസം അനുമോളെ അലോകിന്റെ ഒക്കെ അടുത്തേക്ക് മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടത് സുകന്യടുത്തിയല്ലേ? മീനാക്ഷി അനുവിനെ കണ്ടോ എന്ന് ചോദിക്കാണ്. കണ്ടു, സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത്. സത്യം പറഞ്ഞ അനുവും അലോകും അടുക്കാനുള്ള കാരണം പോലും സുകന്യ, നിങ്ങൾ ഒറ്റൊരുത്തിയാണ്. ഒന്നും അറിയാത്ത പാവം പെണ്ണിനെയാ. ഈ 2 കുടുംബങ്ങളുടെ ശത്രുത മാറാനായിട്ട് നിങ്ങൾ 2 പേരും ഒന്നിക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിൽ ഓരോന്നൊക്കെ പറഞ്ഞു വെച്ച് അവൾ ഇതിന്ന് ഒഴിഞ്ഞു മാറാം, ഈ ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കിയപ്പോൾ പോലും നിങ്ങൾ വീണ്ടും അവളെ അലോകിന്റെ അടുത്തേക്ക് എത്തിക്കായിരുന്നു എന്ന് പറയുമ്പോ അയ്യോ എനിക്കൊന്നും അറിയില്ല, അനു നുണ പറഞ്ഞതായിരിക്കും. നുണയോ? അനുവോ? അതെ, അവള് നുണ പറഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ തെളിവ് കാണിക്കട്ടെ, അവള് തെളിവ് കാണിക്കട്ടെ. എന്റെ സുകന്യടുത്തി, നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കണത്? തെളിവായിട്ട് കൊണ്ടുവന്ന നിങ്ങൾ സമ്മതിക്കോ? തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി ചതിക്കല്ലേ, എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് അലോക് എന്നോട് പറഞ്ഞത് അനുവിനെ കാണണം, സംസാരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അവൾ അവന്റെ കൂടെ ഇറങ്ങി പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ സുകന്യടുത്തി എന്താ വിചാരിച്ചത്? നിങ്ങൾക്കറിയാലോ അലോകിന്റെ സ്വഭാവം. ഇവിടെ അങ്ങനത്തെ ഒരാളത്തെങ്കിലും നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ പറഞ്ഞൂടായിരുന്നോ? അലോകും അനുവും തമ്മിൽ വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ വൃത്തികെട്ട ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അവളുടെയും അവന്റെയും ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാക്കി. ആ ഫോട്ടോ കണ്ട ആർക്കാരറിയാം അത് ഫേക്ക് ഫോട്ടോസ് ആണെന്ന്. എന്നിട്ട് നിങ്ങളും അതിന് കൂട്ടു നിന്നു അല്ലെ? അത് മാത്രല്ല, അഥവാ അത് ഒറിജിനൽ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ, അത് കല്യാണത്തിന് മുമ്പുള്ള കാര്യമാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ ഈ സത്യം ഇപ്പൊ ഈ വീട്ടിലെ എല്ലാവർക്കും പറയാൻ പോവാണ്. പിന്നീട് നിങ്ങളുടെ സ്ഥാനം എന്താന്ന് അറിയാലോ. അനുവിന് ഇങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ കൊണ്ടിട്ടത് നിങ്ങളാണെന്നും അലോകിന്റെ അടുത്തേക്ക് രാത്രി അനുമോളെ പറഞ്ഞയച്ചത് നിങ്ങളാണെന്നുള്ള സത്യം ഞാനിവിടെ എല്ലാവർക്കും പറയാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും സുകന്യ മീനാക്ഷിയുടെ കാല് പിടിച്ചിട്ട് അയ്യോ മീനാക്ഷി പറയല്ലേ പ്ലീസ് മീനാക്ഷി എന്ന് പറയുമ്പോ ഇല്ല, ഞാൻ പക്ഷെ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇനി നിങ്ങൾ എങ്ങാനും ഈ വീട്ടിലെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ അപ്പൊ ഞാൻ ഈ കാര്യം എല്ലാവരോടും തുറന്നു പറയും. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ധർമ്മമാമന്റെ മുഖം ഓർത്തിട്ട് മാത്രം ഞാനിപ്പൊ ഈ കാര്യം ആരോടും പറയാത്തത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ധർമ്മമാമന്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാനും ഇത്രയും ഇവിടെ തുറന്നു പറയും, തെളിവടക്കം തുറന്നു പറയും എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന കറി അങ്ങനെ തന്നെ നമ്മുടെ സുകന്യയുടെ തലയിൽ ഒഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് മീനാക്ഷിക്ക്. പക്ഷെ ആ കറി ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ തന്നെ വെക്കുവാട്ടോ, കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് നാണില്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി അവിടെ നിന്ന് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുകന്യയുടെ മുഖത്ത് ഒരു അടി കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് സുകന്യ കേട്ടോ. അപ്പൊ ഈ എപ്പിസോഡാണ് നമ്മൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.